ശബരിമലയിൽ കേരളീയ സദ്യയ്ക്ക് തുടക്കമായി. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സദ്യ. 5000 പേർക്ക് ഓരോ ദിവസവും സദ്യ വിളമ്പും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗത്തിലെ തീരുമാനമായിരുന്നു ശബരിമലയിലെ കേരളീയ സദ്യ. ഈ തീർത്ഥാടന കാലത്ത് തന്നെ സദ്യ ഒരുക്കുമെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ പ്രഖ്യാപിച്ചെങ്കിലും അനിശ്ചിതത്വം നിഴലിച്ചു. ചർച്ചകൾക്ക് വിരാമമിട്ട് ഒടുവിൽ സദ്യ വിളമ്പി. വിഭവസമൃദ്ധമായ സദ്യ. അവിയലും തോരനും അച്ചാറും പപ്പടവും പഴവും പായസവും. ഒഴിച്ചുകൂട്ടാൻ പരിപ്പ്, സാമ്പാർ, രസം. മനം നിറയെ അയ്യപ്പനെ തൊഴുതിറങ്ങിയവർക്ക് വയറു നിറയെ സദ്യയും ലഭിച്ചതോടെ ഭക്തർക്കും ഏറെ സന്തോഷം. കേരളീയ സദ്യയുടെ രുചിയിൽ അന്യനാടുകളിൽ നിന്നെത്തിയ തീർത്ഥാടകരും ഹാപ്പി. ഭഗവാന്റെ ഭക്ഷണം വളരെ ഗ്രാൻഡ് ആയിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഭക്ഷണം സൂപ്പറാണോ? എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു സദ്യയ്ക്ക് തുടക്കം കുറിച്ചു. ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നു മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശബരിമലയിലെ അന്നദാനത്തിന് കേരളീയ സദ്യ വിളമ്പാൻ ഉള്ള ഒരു ഉദ്യമം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഭക്തജനങ്ങൾ ഇന്ന് സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത്. 5000-ലധികം പേർക്ക് കഴിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകം കരാർ നൽകിയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇതാണ് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. ഇത് തന്നെയാണ് ഭക്ഷണം. അയ്യപ്പന്മാർക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിലാണെങ്കിലും അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിലും ദേവസ്വം ബോർഡ്, സർക്കാരോ പോലീസോ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. എല്ലാവർക്കും കൃത്യമായി തന്നെ ദർശനവും സുരക്ഷിതമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും നൽകുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചകളുമില്ല. ഇത്തരത്തിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ഇവിടെ ശബരിമലയിൽ ഈ സദ്യ വിളമ്പുക. വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഴവും പായസവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി മുതൽ ഈ മണ്ഡലകാലം തീരുന്നതുവരെ ശബരിമലയിൽ സദ്യ ഒരുക്കുന്നത്.